ഇതിപ്പോൾ അങ്ങനൊരു ഇതില്ല. കുട്ടി ജനിക്കുന്നതിന് മുമ്പേ രക്ഷിതാക്കൾ തീരുമാനിക്കുക എഞ്ചിനീയറാണോ ഡോക്ടറാണോ എന്ന് തീരുമാനിക്കും. പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് മാത്രം. അത് മാറണം, സമൂഹത്തിൽ നിന്ന് മാറിയേ പറ്റും. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത് ഇതായിരുന്നില്ല, സമയം അല്ല. അതായത് നമ്മളിപ്പം ഈ പല മേഖലയിൽ ഇപ്പോൾ IT എഞ്ചിനീയേഴ്സിനാണെങ്കിൽ ഒരുപാട് ചാൻസസ് കിട്ടുന്നുണ്ട് കേരളത്തിൽ തന്നെ. പക്ഷേ മറ്റ് മേഖലയിൽ പലപ്പോഴും അവർക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനുള്ള അവസരം വളരെ കുറയുന്നു. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടി ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകണ്ടേ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമുക്ക് വളരെയധികം അറിയാം, പോളിടെക്നിക്കൽ കുറച്ചുകൂടി ചാൻസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ITIയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അത്തരം ഒരു അവസരം ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞത് അവസരം ഉണ്ടാകാത്തത് ബിക്കോസ് ഓഫ് ഷിയർ നമ്പേഴ്സ് വർദ്ധിച്ചത് കൊണ്ടാണ്. എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നവരുടെ നമ്പർ അത് ക്രമാതീതമായി വർദ്ധിച്ചു. ഞാൻ പഠിച്ചപ്പോൾ കേരളത്തിൽ REC അടക്കം 6 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ടായിരുന്നു 25 വർഷം മുമ്പ്. ഇന്നിപ്പം കൊല്ലം ജില്ലയിൽ തന്നെ 10-12 ഉണ്ട്. എത്ര ഉണ്ടെന്ന് ആർക്കും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അങ്ങനെ അങ്ങനൊരു ഇത് വരികയാണ്. അങ്ങനെ അന്നുണ്ടായിരുന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ ട്രെയിനിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ അന്ന് VSSCയിലാണ് ISROയിലാണ് ട്രെയിനിങ്ങിന് പ്രോജക്റ്റിന് പോയത്. ഇപ്പം ആളുകൾ കൂടുന്നതനുസരിച്ചിട്ട് അത് കിട്ടാതെ വരുന്നു. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അവസരം കുറയുന്നു. അന്നേരം ബെറ്റർ ക്വാളിറ്റി ഉള്ളവർ അവരും സ്ക്രീനിങ് നടത്തുന്നു. ഇതാണ്. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, ആ കാഴ്ചപ്പാടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുവാണെങ്കിൽ അവർക്ക് ടൈപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവർക്ക് ആ കാഴ്ചപ്പാട് വേണം. നിർഭാഗ്യവശാൽ പലരും വിദ്യാഭ്യാസമുള്ളവരല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോരായ്മ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കും. താങ്കൾക്ക് സമയക്കുറവുണ്ടെന്നറിയാം. എന്നാൽ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു താങ്കളോട് സംസാരിക്കാനായി. നമസ്കാരം, പ്രൈം ലൗഡ് സ്പീക്കറിലേക്ക് സ്വാഗതം. നമസ്കാരം, കേൾക്കാമോ? ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ജോൺ ആണ്, ഫ്രം ദുബായ്. പറയൂ ജോൺ, മിനിസ്റ്ററോട് സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. മോർണിംഗ് ജോൺ. The inferior qualities that financed engineering colleges കേരളത്തിൽ ഒത്തിരി ഉണ്ട്. For instance, I have personally visited a lot of these self-financed engineering colleges in Kerala. Students coming out from those colleges വളരെ inferior type students ആണ്. That is the first thing. Is the government doing anything to improve their standards, or if they are not improving their standards, are they doing anything at least to abolish such colleges? Because what is happening is, ingante colleges are coming out with inferior quality students, and engineering degree then it has become an inferior qualification as an marriage. That is the first thing. I totally agree with you. And the second thing is, don't you think it is more of a political question? Don't you think that ministers like your good self who are qualified should be more promoted to come into the cabinet or to the legislative, rather than having absolutely pathetic people ruling us? These are the two questions. First one I can answer. We are already on the path on that thing. We have taken note of it very seriously. And we have given 1 year's time. Below a certain percentage pass ഉള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് 1 വർഷം സമയം കൊടുത്തിരിക്കുകയാണ്. വിതിൻ ദിസ് 1 academic year, if they don't improve the facilities and the pass percentage, we are going to withdraw the NOC for those colleges. But there again, ഞാൻ പറഞ്ഞത്, വേൾഡ് ഓവർ വെൻ യു ഫെസിലിറ്റീസിൻ്റെ കുറവ് കൊണ്ട് മാത്രമല്ല, the aptitude of a student should be taken into account, which is not happening in our society. That is precisely the problem. So anybody can open a shop and sell this. That has come to such a stage where quality is not of a concern of any parent at all or any student. Sorry, Minister, I disagree on this. If the government can come across and say that prohibition has to be implemented, why can't you come across and say certain standards are to be maintained in opening engineering colleges? Definitely, there are standards. Any engineering college can be started only according to AICTE norms. State government doesn't have any control over it. It is across the country. They have norms. They have specified norms. And only according to that, an engineering college can be started. After that, the academic standards അതുകൊണ്ടായിരിക്കണമല്ലോ ഈ പാസ് ഔട്ട് പെർസെൻറ്റേജ് കുറയുന്നത്. ആ കാര്യം വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഇത്ര പെർസെൻറ്റേജ് കുറവുള്ളവരാണെങ്കിൽ പുൾ അപ്പ് യുവർ സോക്സ്, അതർവൈസ് യു ആർ ഗോയിങ് ടു
take action. We have already warned them. But this academic year results I think കുറച്ചെണ്ണമെങ്കിലും പൂട്ടേണ്ടി വരും എന്നുള്ളത്. ബട്ട് സമയപരിധിയുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ് ശ്രീ ജോൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് I can say is, let educated people come into politics. See, there is a space there. If better people don't come in, then that space will be occupied by people with less qualification. So unfortunately, nobody കൊള്ളാവുന്ന ആരും പൊളിറ്റിക്സിലേക്ക് വരുന്നില്ല. എന്തായാലും വളരെ നന്ദി ജോൺ, ചർച്ച പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്കൾ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു മിനിസ്ട്രിയെ കുറിച്ച് തന്നെയാണോ അതോ പഴയ കാര്യം? മൊത്തത്തിൽ യങ്ങർ ജനറേഷൻ, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കൊണ്ടൊന്നും ഒരു അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആകും അല്ലെങ്കിൽ നല്ല പൊളിറ്റീഷ്യൻ ആവണമെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഴയ 10ാം ക്ലാസ് ഉണ്ടായിരുന്നവരൊക്കെ ആയിരുന്നു ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻ. ഞാൻ ഇന്നും ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ആസ് എ മിനിസ്റ്റർ, ഇപ്പം വാട്ട് ഐവ് സീൻ, E.T. മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്താണ്. അദ്ദേഹത്തിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. അതുകൊണ്ടൊരു ക്വാളിഫൈഡ് എഞ്ചിനീയർ ആയതുകൊണ്ടോ ഡോക്ടർ ആയതുകൊണ്ടോ നല്ല മന്ത്രിയാകണമെന്നില്ല. പക്ഷേ ആ ഒരു ക്വാളിറ്റി ഉള്ളവർ പൊളിറ്റിക്സിലേക്ക് വരണം. പക്ഷേ ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് യുവജനങ്ങൾ വന്നപ്പം ഒരു വലിയ പ്രതിഷേധമാണല്ലോ മുതിർന്ന തലമുറയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ചുമ്മാതെ പറയുന്നത്, അതൊക്കെ എക്സാജറേറ്റഡ് ചോദ്യം. എല്ലാ പാർട്ടിയിൽ നിന്നും എത്ര ചെറുപ്പക്കാരെ സംഭാവന ചെയ്യുന്നത്. ഇപ്പം ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അടുത്ത് വന്നിട്ടുള്ള ചെറുപ്പക്കാരിൽ നല്ല എലിമെന്റ്സ് ഉണ്ട്. ബൽറാം, ഹൈബി, അല്ലെങ്കിൽ ഷാഫി, അങ്ങനെ തുടങ്ങി നല്ല എലിമെന്റ്സ് വന്നു. ഇവരെ തന്നെ ക്ലാസിഫൈ ചെയ്തല്ലോ, ഇവർ ഹരിത MLA-മാരാണെന്ന് പറഞ്ഞു പോലും മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ. അതൊക്കെ നിങ്ങൾ മീഡിയ ഇത് ചെയ്യുന്നല്ലേ. അല്ല, അവര് നെല്ലിയാമ്പതി പോയെന്ന് പറഞ്ഞ് അവര് ഒരു സ്റ്റാൻഡ് എടുത്ത്, നെല്ലിയാമ്പതിയുടെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്ത് അന്നേ ബ്രാൻഡഡായി ഹരിത ഇതെന്ന് പറഞ്ഞു. അതിൽ ഈ ചെറുപ്പക്കാരല്ല, അതിലിപ്പോൾ കുറച്ചുകൂടെ മധ്യവയസ്കരായിട്ടുള്ള പ്രതാപനൊക്കെയാണ് അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ലേറ്റസ്റ്റ് യങ്ങസ്റ്റ് ജനറേഷനായി വന്ന VT ബൽറാം, ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ തുടങ്ങിയവർ നല്ല ക്വാളിറ്റിയുള്ള ഇതാണ്, ഒരു നല്ല ഇതായി കാണുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്നും ഉള്ള ചെറുപ്പക്കാർ നല്ലപോലെ പെർഫോം ചെയ്യുന്നവരുണ്ടല്ലോ, യങ് MLAs. ബട്ട് ജനറലി അതിൻ്റെ നമ്പേഴ്സ് ആർ വെരി ഫ്യൂ നൗ. ഈ ഹരിത സബ്ജക്റ്റുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അന്ന് PC ജോർജ് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അന്ന് ശ്രീ ഗണേഷ് കുമാറിനെതിരെ നടത്തിയ പരാമർശത്തോടൊപ്പം തന്നെ ചില മേഖലയിൽ നിന്ന് താങ്കളുടെ പേരും കേട്ടുവന്നത്, താങ്കളും ശ്രീ ഗണേഷ് കുമാറും എന്ന് ചേർത്താണ് പലപ്പോഴും. ഞാനൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയെ കുറിച്ചൊന്നും ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ഈ ചുമ്മാതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ തർക്കങ്ങളൊക്കെ ഒരു ആത്മാർത്ഥതയോടുകൂടി ഉള്ള തർക്കങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണൽ കോൺഫ്ലിക്റ്റാണ് ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്. ബിക്കോസ് എനിക്ക് പറയാൻ സാധിക്കുന്നത്, കേരളം എങ്ങനെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൊരു ചർച്ചയാണ് വേണ്ടത്. നെൽവയൽ നികത്തിക്കൂടാ എന്ന് പറയുന്നത് ആരാണ്? നെൽകൃഷി ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോയി നിർത്തുന്നത്. നെൽകൃഷി നടത്തുന്നവർ ഞങ്ങൾ എങ്ങനെയും ഇതൊന്ന് വിറ്റോണ്ട് പോട്ടെ, ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറയുന്നത്. ഇന്നലെയും വാർത്ത വന്ന് കൊയ്യാൻ ആളില്ല. സോ ഇതിനൊരു പരിഹാരം കാണുന്ന ഒരു ചർച്ച, ക്രിയേറ്റീവായിട്ടുള്ള ഡിസ്കഷൻ, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡിസ്കഷനാണ് വേണ്ടത്. അത് നിർഭാഗ്യവശാലും ഉണ്ടാകുന്നില്ല. ചുമ്മാതെ കുറേ ഒച്ചപ്പാട്. പിന്നെ നമ്മളെ ദുഃഖിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ 15-20 വർഷമായിട്ട് എടുത്തോ. ഈയൊരു നീക്കം യഥാർത്ഥത്തിൽ തൊഴിൽ വകുപ്പിൽ നിന്നല്ലേ ഉണ്ടാകേണ്ടത്? ഇപ്പോൾ തന്നെ പറഞ്ഞത് കൊയ്യാൻ പോലും ആളിനെ കിട്ടുന്നില്ല. അതിനും എനിക്കിപ്പം അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പം താഴെ തട്ടിലോട്ടുള്ള കായികമായ അധ്വാനം ആവശ്യമുള്ള ഒരു മേഖലയിലേക്കും ആരെയും കിട്ടാത്ത സാഹചര്യത്തിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നേ നമ്മൾ മെക്കനൈസേഷൻ ആവശ്യമായിരുന്നു. മെക്കനൈസേഷൻ ആവശ്യമുള്ള ഘട്ടത്തിൽ എല്ലാവരും കൂടെ ചേർത്ത് തന്നെ എതിർത്തത്. അങ്ങനെ എതിർത്തതിൻ്റെ വിലയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇതൊരു ഫോർസൈറ്റോടുകൂടി കണ്ട് നാളെ ഇത് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് ചിന്തിക്കേണ്ട സമയത്ത് എടുക്കേണ്ട റെമഡിയൽ മെഷേഴ്സ് എടുക്കാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്. മെക്കനൈസേഷൻ വേണം. Now it is too late. ഓക്കെ, താങ്കളെക്കുറിച്ച് ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. താങ്കൾ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവാണ്. എന്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ അഥവാ മിനിസ്റ്റേഴ്സെങ്കിലും കുറഞ്ഞപക്ഷം താങ്കൾ ഈ പറഞ്ഞ ഹൈബീറ്റിനെ അല്ലെങ്കിൽ VT ബൽറാമെ പോലുള്ള ആളുകൾ പുതിയ ജനറേഷൻ ദേ ആർ ആക്റ്റീവ്, പക്ഷേ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒഴിച്ചാൽ മറ്റാരും നമുക്ക് ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് അല്ല. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്? പലപ്പോഴും സെക്രട്ടറീസാണ് ഇത് ചെയ്യേണ്ടത്. അവരുടെ ഒരു അപര്യാപ്തത തന്നെയാണോ? അല്ല, ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞത്, ഞാൻ പോലും എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ ഒരാൾ. ഞാനൊക്കെ അന്ന് ഈ IT ഇത് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ജനറേഷനാണ്. ഞാൻ റിലേറ്റീവ്ലി യങ്സ്റ്ററിൻ്റെ ക്യാബിനറ്റ് നിങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പോലും അതിൻ്റെ ആ കസ്പിലുണ്ടായിരുന്ന ഇതാണ്.
ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ചപ്പോൾ ഒരു സെമിസ്റ്ററിൽ ഒരു പേപ്പർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ ഒന്ന് കാണുന്നതല്ലാതെ അതിനപ്പുറത്തോട്ടില്ലായിരുന്നു ഇൻ 86. പക്ഷെ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഭയങ്കര അന്നേരം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അഡാപ്റ്റ്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ ഒരു പുതിയ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് സെറ്റ് ചെയ്യാനുള്ള സഹിഷ്ണുതയില്ല, ക്ഷമയില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഐ ഹാവ് ടു എൻട്രസ്റ്റ് ടു സംബഡി. ബിക്കോസ് അത്ര വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എൻ്റെ മകൻ്റെ കൊടുത്താൽ അവൻ സുഖമായിട്ട് ചെയ്തു തരും, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവറിൻ്റെ കൊടുത്താൽ അയാൾ ചെയ്തു തരും. അവരതിന് അക്കസ്റ്റംഡാണ്. പിന്നെ ആ നിലയിലേക്കുള്ളൊരു ചേഞ്ചാണ് ഈ കാര്യത്തിൽ വരുന്നത്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോത്ത് സൈഡ്സ് ഇൻട്രാക്ഷൻ ഉള്ള ഇതാണല്ലോ. നമ്മളിപ്പോൾ പത്രത്തിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക എന്നല്ലാതെ അവിടെ നിന്നുള്ള ഇങ്ങോട്ട് കേൾക്കുന്നത്. ആ നിലയിലേക്ക് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അറിയാനൊക്കും എന്നുള്ളതുകൊണ്ട് ഒരു ഇൻറ്ററാക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഉണ്ടാകുന്നുണ്ട്. അതിന് സഹായകരമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ അടുത്തായപ്പോൾ വളരെ ആക്റ്റീവായത്. ഓവർവെൽമിങ് റെസ്പോൺസ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. എനിക്കിപ്പം 5000 ഇപ്പം ഒരു പ്രൊഫൈൽ തുടങ്ങി 5000 കഴിഞ്ഞ്, രണ്ടാമത്തെ പ്രൊഫൈൽ തുടങ്ങി 5000 കഴിഞ്ഞ്, മൂന്നാമത്തെ പ്രൊഫൈലിൻ്റെ ആയി. അന്നേരം ഇതെല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്ത നിലയിലേക്കുള്ള ഈ മന്ത്രിസഭ അധികാരത്തിലേറിയപ്പോൾ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ട്രെയിനിങ് തന്നിരുന്നു എല്ലാ മിനിസ്റ്റേഴ്സിനും. അപ്പോൾ അത്തരം ഒരു ട്രെയിനിങ്ങിൻ്റെ കുറവ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും മിനിസ്റ്റേഴ്സിന് ആവശ്യമായെന്ന് തോന്നുന്നു അല്ലേ? ട്രെയിനിങ്ങിൻ്റെ അല്ലെന്ന് ടു കീപ്പ് അപ്പ് വിത്ത് ഇതൊക്കെ അതിൻ്റെ ആ പ്രായത്തിൽ അതിൻ്റെ അതിലേക്ക് വരണം. അല്ലാതെ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ സമയമെടുത്ത് ഇതെല്ലാം പഠിച്ച് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഒരാൾക്ക് ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി IT എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കം പാർട്ട് ഓഫ് എ ലൈഫ് സ്റ്റൈൽ അല്ലേ? അതിലേക്കൊരു അഡാപ്റ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ആവശ്യകത ചിലർക്ക് തോന്നുന്നുണ്ട്, ചിലർക്ക് അതിലൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ട്. കാരണം നമുക്കറിയാം ശശി തരൂർ തുടങ്ങി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്ക് വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. നരേന്ദ്രമോദി ഇപ്പോൾ അറിയാം 10 മില്യൺ എന്നൊരു ഫിഗർ കാണിച്ചത്. എനിക്ക് അത്ര വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് കാണിക്കാൻ. അപ്പം എൻ്റെ ഒരു ജനശക്തി, ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതങ്ങനെ കാണിക്കാൻ വേണ്ടിയാണോ ഇത്, അതോ നമ്മുടെ ഒരു ഇത്രയും പേരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണോ എന്നുള്ളത് ഡിസ്പ്യൂട്ടബിൾ ആണ്. നമ്മൾ കാണിക്കാൻ വേണ്ടിയായിട്ടല്ല ഞാനതിനെ കാണുന്നത്. പക്ഷേ ഇറ്റ്സ് എ പവർഫുൾ മീഡിയ. നാളത്തേക്കിനുള്ള ഒരു ഏറ്റവും പവർഫുൾ മീഡിയ ആയിട്ട് നിലനിൽക്കാൻ പോകുന്ന സോഷ്യൽ നെറ്റ്വർക്ക്സ് ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും വളരെ നന്ദി ഇത്രയധികം സമയം NTV പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന്. താങ്ക് യു.